എല്ലാവർക്കും ഉള്ള പരാതിയാണ് പാൻറ് തയ്ച്ചിട്ടിട്ടുണ്ടെങ്കിൽ നട പൊട്ടണ് ഒരൊറ്റ ഇരുത്തത്തിൽ എന്ന്. അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ 13.5 ഇഞ്ചാണ് നമ്മൾ എന്തെടുക്കണത്, 13-13.5 ഇഞ്ചൊക്കെയാണ് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ എടുക്കുന്നത് കേട്ടോ. അതെങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ ഹിപ്പിനെ 4 ആയിട്ട് ഭാഗിച്ച് അതിലോട്ട് ഒരു 1.5 ഇഞ്ചൊക്കെ നമ്മൾ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ഈ 2 ഇഞ്ച് താഴോട്ട് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ക്രോച്ച് ഏരിയ കണക്കാക്കുക. ഈ 2 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടുന്ന് വേണം നമ്മൾ ക്രോച്ച് ഏരിയ നമ്മൾ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് താഴോട്ടും 15 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അതായത് ഞാനൊരു 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്, കുറച്ചും കൂടി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 14 ഇഞ്ചൊക്കെ മതി. പിന്നെ അഡൾട്ടിന് 15 ഇഞ്ച്, കുറച്ച് തടിയുള്ള ആളുകൾക്ക് 15 ഇഞ്ച്, പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 10, 11 ഇത്രയൊക്കെ മതി കേട്ടോ. ക്രോച്ച് ഏരിയൻ്റെ ആ ഒരു ലെങ്ത്ത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ ചെയ്യണ ആ നട പൊട്ടാതിരിക്കാനുള്ള കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് എടുക്കുക. ചെയ്യണുണ്ട് എന്ന് വെച്ചെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. കറക്റ്റായിട്ട് നിൽക്കൂട്ടോ, നമുക്ക് വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് 2 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കേവ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കേവ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ഒരു 1 ഇഞ്ച് ഇങ്ങനെ കോണിച്ച ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. പിന്നെ താഴെ ഭാഗത്ത് ഞാനൊരു 9 ഇഞ്ച് എടുക്കുന്നത്. പലാസി അല്ല, എന്നാൽ നോർമൽ പാൻറ്റും അല്ല, ആ ഒരു ടൈപ്പിലാണ് ഞാനിത് അടിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരളവിലെടുക്കുന്നത്. ഇനി ഞാൻ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ആ 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാക്കി തയ്യൽ തുമ്പ് ഇട്ടിട്ട്, തയ്യൽ തുമ്പ് മീൻസ് അത് മടക്കി അടിക്കാനുള്ളത് കേട്ടോ. കുറച്ച് വീതിയിലാണ് മടക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്ത് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ നട പൊട്ടാതിരിക്കാനുള്ള സൂത്രം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി തുണി തന്നെയാണ്. ഇനി ഇങ്ങനെ പീസ് കിട്ടാത്തവർ 4 ഇഞ്ച് തുണി എടുക്കുക, 4 ഇഞ്ച് വീതിയിലുള്ളൊരു തുണി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 ഇഞ്ച് വിടുത്തിൽ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 2 ഇഞ്ച് വിടുത്തിൽ കേട്ടോ. ഒന്ന് പിൻ ചെയ്ത് കൊടുത്താണ്ട്, എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. ഇനി താഴോട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് വരച്ചു കൊടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, 4 ഇഞ്ചും പോവാൻ. എന്നിട്ട് നമ്മൾ ആ ഒരു 1/2 ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു ത്രികോണം പോലെ അല്ലേ ഇങ്ങനെ വരക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെവിടെ അറ്റാച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ഇതാ നമ്മളവിടെ ഈ ഒരു നടൻ്റെ ഒരു ഭാഗമില്ലേ, ക്രോച്ച് ഏരിയ ഇല്ലേ, ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ആ തുണി ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മുകൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതായത് അരൻ്റെ ഭാഗത്ത് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകൾക്ക്. ഒന്ന് സ്ലോ ആക്കി കണ്ടാൽ ഒന്ന് മനസ്സിലാകും. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മുകൾക്ക് അങ്ങനെ മുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകൾ ഭാഗത്ത് പ്രസ് അടി കൊടുക്കുക കേട്ടോ. ഇനി കണ്ടോളൂ, ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തു. ഇനി അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമ്മളെ സിഗരറ്റ് പാൻറ്റിലും പലാസ പാൻറ്റിലും നോർമൽ പാൻറ്റിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിഗരറ്റ് പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഭാഗവും ഒരുമിച്ച് വെച്ചുകൊണ്ട് ചെയ്യണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ പലാസക്കൊക്കെ പിന്നെ നമ്മൾ അപ്പുറപ്പുറമൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സിഗരറ്റ് പാൻറ്റ് ആകുമ്പോഴല്ലേ മറ്റേ സൈഡിൽ നമുക്കൊരു സ്റ്റിച്ചൊക്കെ വരിക. അപ്പോൾ ഇനി ഇത് നോക്കിക്കോളൂ, ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ ആ നടൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കിട്ടും കേട്ടോ, നമ്മൾ ആ ഒരു ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് സാധാ പാൻറ്റ് തയ്ക്കണ പോലെ തന്നെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും കേട്ടോ, ബാക്കും ഫ്രണ്ടും ഒരുപോലെ നമ്മൾ ചെയ്യണം. ബാക്ക് വശം ഇതുപോലെ ചെയ്യാം, ഫ്രണ്ട് വശം ഇതുപോലെ ചെയ്യാം കേട്ടോ.
ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കട്ടോ, എന്നാൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും. പിന്നെ നമ്മൾ അരൻ്റെ ഭാഗത്ത് അലാസ്റ്റിക്കിൻ്റെ ഇടുന്ന ഭാഗത്തുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 4 ഇഞ്ച് മടക്കി കണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയാൽ എന്താ പറയുക, നമുക്ക് 2 പ്രാവശ്യം മടക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ടൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4 ഇഞ്ച് ഫസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1.5 ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി അടിച്ച് കൊടുക്കട്ടെ. 2 ഇഞ്ചാണ് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 1.5 ഇഞ്ചിലൊന്ന് മടക്കി കൊടുക്കാം. 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ അതേ അളവിൽ അത് മൊത്തത്തിൽ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടില്ലേ ലാസ്റ്റ് നമ്മൾ എത്തൂലേ, ഫസ്റ്റ് നമ്മൾ അടിച്ച് തുടങ്ങിയതിൻ്റെ അവിടെ എത്താൻ സമയത്ത് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക്, അതായത് അലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അവിടെ വെച്ചൊന്ന് അടി കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടോ, ഇപ്പോൾ കണ്ടോ ഞാൻ ഈ വിരലിടുന്നതുണ്ടല്ലേ, അങ്ങനെ അതിലൂടെയാണ് കേട്ടോ നമ്മൾ ഇനി അലാസ്റ്റിക് ഇടുക. അപ്പോൾ ഇനി നമുക്ക് അലാസ്റ്റിക് ഇടാം. അലാസ്റ്റിക് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മളവിടെ വെച്ച് നല്ലോണം വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുക. ആ അളവ് എടുത്തതിന് ശേഷം 5 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അലാസ്റ്റിക് നമ്മൾ അളവ് അളക്കുക കേട്ടോ. അലാസ്റ്റിക് പലർക്കും സംശയമാണ് ഇത് എത്രയാണ് എടുക്കുക എന്നുള്ളത്. നമ്മളുടെ ടോട്ടൽ വിടുത്ത് എത്രയാണോ ആ വിടുത്തിൻ്റെ 5 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ, അളവ് വന്നിട്ട്. എന്നിട്ട് ഇനി അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇനി അതിൻ്റെ ആ ഓട്ടം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഹോൾസ് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ വൃത്തിക്കട നിന്നോളും. അല്ലെങ്കിൽ പിന്നെ അലാസ്റ്റിക് നമ്മൾ ആ കൂട്ടിയതൊക്കെ എപ്പോഴെങ്കിലൊക്കെ അത് അടിച്ചത് പോരുകയാണെന്ന് വെച്ചെങ്കിലൊക്കെ ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ അതിന് 9 ഇഞ്ചായിരുന്നു നമ്മളെടുത്തത്. 1 ഇഞ്ച് വിട്ടിട്ട് 8 ഇഞ്ചിലെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് അളവ് അളന്ന് നോക്കുക. പിന്നെ അതിൻ്റെ താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ 36 ഇഞ്ചാണെന്ന് വെച്ചെങ്കിൽ 36 കഴിഞ്ഞിട്ട് എത്ര ഇഞ്ചാണോ അവിടെ ഉള്ളത് ആ ഇഞ്ച് പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് മടക്കി തയ്ക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 3-4 ഇഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ മടക്കിയിട്ട് പിന്നെ വീണ്ടും അങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആകില്ല. പിന്നെ കൂടുതൽ ഡൗട്ടുള്ളവർ കേട്ടോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ളവർ കേട്ടോ, എക്സ്പീരിയൻസ് നല്ലോണം ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ചുളിവൊന്നും വരില്ല. പക്ഷെ ഞാൻ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അധിക ദിവസം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളായിട്ട് ചുളിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾക്ക് അങ്ങോട്ട് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇനി നമുക്കത് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, കൂട്ടി യോജിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. നമ്മളില്ലേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തുനിന്ന് അങ്ങോട്ട് പോയിട്ട് മറ്റേ ഭാഗത്ത് വരെ അങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക അറിയോ, നമ്മൾ ഈ ഒരു നടൻ്റെ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഫസ്റ്റ് കാല് നമ്മൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും മറ്റേ കാല് ക്ലോസ് ചെയ്യുക. അപ്പം സെൻറ്ററിൽ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ താഴെന്ന് പിന്നെയും തുടങ്ങാം. അങ്ങനെ ചെയ്താൽ എന്താണെന്നറിയോ, നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ചിലപ്പോൾ ചിലവരിതൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ നിൽക്കും, പിന്നെ ഒന്ന് ഏറ്റക്കുത്തനൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് അത് കേട്ടോ. അപ്പോൾ ഓക്കെ, അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തുക. ബൈ, താങ്ക് യു.